പറയുന്ന പോലെ ട്രംപിന് പോലും ഭയക്കുന്ന ഒരു ലീഡറുള്ള ഒരു രാജ്യം, നിങ്ങളും ഞാനും ഭാഗ്യമായ ഈ രാജ്യം, നമുക്കും മോദിജിയുടെ കരുത്ത് അനുഭവിക്കാനുള്ള സുവർണാവസരം, അത് പാഴാക്കരുത്. അതാണ് നമ്പർ 1. നമ്പർ 2, ഞാൻ എപ്പോഴും ഓർക്കുന്ന നമ്പറിൽ 1, 146 കോടി ഇന്ത്യ പോപ്പുലേഷൻ, 22 കോടി മുസ്ലിം പോപ്പുലേഷൻ. കേരളത്തിൽ ഏതാണ്ട് 1 കോടിക്കടുത്ത മുസ്ലിം പോപ്പുലേഷൻ. ഇത്രയും വലിയ ഒരു പോപ്പുലേഷനെ ഡീക്കേഡ്സായി 65-70 കൊല്ലമായി കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇടതും വലതും വോട്ട് ബാങ്കായി ഉപയോഗിച്ച് BJP വന്നാൽ നിങ്ങളെ കൊല്ലും, തിന്നും, കവറിൽ കിടന്ന് മരിക്കില്ല എന്ന് പറഞ്ഞ് വന്ന നിങ്ങൾ 12 കൊല്ലം ഒരു ആസിഡ് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ തൊലിയിൽ ഒരു പോറലെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 1, കള്ളപ്രചരണം കള്ളമാണ്, വോട്ടിന് വേണ്ടി മാത്രമാണ്, പറ്റിക്കാനാണ്. ഈ വിങ്കിങ് പൊളിറ്റിക്സ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഞെരുക. നിങ്ങൾ ഇനി അതിന് നിന്നുകൊടുക്കരുത്, കബളിപ്പിക്കപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കബളിപ്പിക്കപ്പെടരുത്. 2, കേന്ദ്രത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ, 74 വയസ്സായ ഒരു പ്രൈം മിനിസ്റ്റർ 2047 കണക്കാക്കി 21 കൊല്ലം അപ്പുറം ഒരു വലിയ കൊട്ടാരം പണിതുകൊണ്ടിരിക്കുകയാണ്. വികസിത് ഭാരത് 2047. 21 കഴിയുമ്പോൾ, നമ്മുടെ എല്ലാം വയസ്സ് കഴിഞ്ഞ് 21 കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കൊട്ടാരമാണ്. അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവകാശമുണ്ട്, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ദുഃഖിക്കും. അപ്പൻ കൊട്ടാരം ഉണ്ടാക്കിയാൽ മകൻ മാറി നിന്നിട്ട് ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ അവന് അല്പ വിഷമം തോന്നും. അതുകൊണ്ട് മാറി നിൽക്കരുത്. പ്രൈം മിനിസ്റ്റർ വിശ്വസിക്കണം, എല്ലാവരും വിശ്വസിക്കണം. പർട്ടിക്കുലർലി മാറി നിന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഹിസ് വികസിത് ഭാരത് 2047. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അടുത്ത കാലത്ത് മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ നേതാവ് പറഞ്ഞ അതേ കാര്യം പ്രൈം മിനിസ്റ്റർ കണ്ടത്. ഇന്ത്യ ഈസ് ദ ഫെർട്ടൈൽ ലാൻഡ് ഫോർ മുസ്ലിംസ്. 57 മുസ്ലിം രാജ്യങ്ങൾ, അതിൽ 21 ഇസ്ലാമിക് രാജ്യങ്ങൾ. 21 ഇസ്ലാമിക് രാജ്യങ്ങളിൽ 8 ഇസ്ലാമിക് രാജ്യങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ തലയിൽ ഏറ്റവും വലിയ സമ്മാനം വെച്ച ഒരു പ്രൈം മിനിസ്റ്റർ, എല്ലാവരും ആദരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തെ കണ്ടിട്ട് ഇറങ്ങി ആ ഉസ്താദ് പറഞ്ഞു, യെസ്, ഇത്രയും നാൾ പറഞ്ഞ അറച്ചറച്ച് എന്ന കാര്യം പറഞ്ഞു. യെസ്, ഇന്ത്യയിൽ ഞങ്ങൾ സുരക്ഷിതരാണ്, സംരക്ഷിതരാണ് എന്ന് ആദ്യമായി പറഞ്ഞു. ആ ഉള്ളിൽ നിന്ന് വന്ന ആ പറച്ചിലിനെ പോലും ക്രിട്ടിസൈസ് ചെയ്ത ഓപ്പോസിഷൻ ഞാൻ കണ്ടു. നിങ്ങൾ കോമൺ സെൻസ്, കേരളക്കാർ ഇന്റലിജന്റ് ആണെന്നാണ് പറയുന്നത്. കോമൺ സെൻസ് ഉപയോഗിച്ച്, അനലൈസ് ചെയ്ത്, ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ തീരുമാനിക്കൂ. ഐ ആം ഷുവർ ഇന്ത്യ ഈസ് എ ഫെർട്ടൈൽ ഫീൽഡ് ഫോർ us to grow, to nourish, grow like a tall tree. വേറെ ഒരു രാജ്യവുമില്ല, മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുസ്ലിങ്ങള് ഇനി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വയം സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി ഒരു പോയിന്റ്, ഈ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 22 കോടി ജനങ്ങൾക്കും ഈ വികസിത ഭാരതത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ആ പീസ്, സ്റ്റെബിലിറ്റി ഓഫ് ഗവേണൻസ്, ഹാർമണി, ആ ഒരു സാമ്രാജ്യം, പ്രൈം മിനിസ്റ്റർ ആ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് നമ്മളും ഭാഗമാവണം, നമ്മളും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് പറയാനുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കി ഇന്ത്യ മൊത്തം ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആർജവത്തോടുകൂടി പ്രൈം മിനിസ്റ്റർ പിക്ക് ചെയ്തൊരു അദ്ദേഹത്തിന്റെ വിഷനും മിഷനും ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരാളെ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ ഇടത് സൈഡിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രത്യേകം ചൂസ് ചെയ്ത് അയച്ചതാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ ഏതാണ്ട് മോഡിയുടെ ഒരു ക്ലോൺ ബേബിയുടെ മിനി മോഡി പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഞാൻ അത് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എന്റെ അറിവ് വെച്ച് തോന്നുന്നു, ഐ ആം ഇൻ ദ 70s. മൈ അസസ്മെന്റ്, I tell you, if you get a mini Modi in Trivandrum as Rajiv Chandrasekhar ji and a mega Modi at Delhi at the same time as a double engine, you and I will be fortunate. Don't miss this opportunity. ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുക 26-31 ഉള്ളൂ.
പറ്റിക്കപ്പെടരുത്, ചീറ്റ് ചെയ്യപ്പെടരുത്, ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.